ഫ്രണ്ട്സ് ഇതുണ്ടോ, ചുമന്ന ഇല, മഞ്ഞ ഇല, അതുപോലെ തന്നെ പേർപ്പിള് ഇല. ഇപ്പം ഓട്ടം ഇനിയും മുന്നോട്ട് പോകും തോറും ഇതുണ്ടോ, ഈ ചെടി, ഈ മരത്തിൻ്റെ ഇലകളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പേർപ്പിള്, മഞ്ഞ, പച്ചയൊക്കെ എല്ലാം ഇനി ഫുള്ള് മഞ്ഞയാവും. അതിനുശേഷം എല്ലാം താഴത്തേക്ക് വീഴും കേട്ടോ. ഇതുണ്ടോ മഞ്ഞ കളർ നോക്കി ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കബ്ലൂം, ടെസലാർ കബ്ലൂം, ഇതുണ്ടോ ടെസലാർ കബ്ലൂമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇപ്പോൾ ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. കണ്ടോ, അഡൽട്സിന് 35. നമുക്ക് അകത്തേക്ക് കയറാം. ഇതുണ്ടോ എൻ്റെ അകത്ത് ഫെയറീസ് ഇരിക്കുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, ആൾക്കാർ ഫെയറീസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. And all the entertainment times are just listed on that board. It's on second floor. ഫ്രണ്ട്സ്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കാർഡൊക്കെ ഉണ്ട്. നമുക്ക് സോവനീർസ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാവേ. പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു എന്താണ് മെഡോ മെയ്സ് എൻട്രി കണ്ടോ. ഈ ബോക്സ് വെച്ചിട്ട് ഒരു മെയ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്തൂടെ കയറി അറ്റത്തേക്ക് അതിലെ കൂടി ഇറങ്ങാം. ഫ്രണ്ട്സ്, ഇവിടെ വന്നത് ശരിക്കും വെർത്തായി പോട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണേ. Is it? ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ഡ്രംസിന്റെ ഷോയിലേക്ക് വന്നിരിക്കോട്ടോ. കാര്യമായി സർക്കസ് പഠിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. സർക്കസ് ട്രെയിനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാവ്, ബേബി കുക്ക് ഇറക്കി. നോക്കട്ടെ ബേബി കുക്ക്, നോക്കട്ടെ. ടേൺ അറൗണ്ട്. സൂപ്പർ. I sitting on a worm? Acha super allo. Anna, is a caterpillar? That's super. അത് നോക്കി എൽബോയിൽ കാണിക്കുന്നത്. ലൂക്കാച്ച ഓക്കെ. ഓ സൂപ്പറാണല്ലോ ലൂക്കാച്ച. കറക്റ്റ്. ഫ്രണ്ട്സ്, ഇതാട്ടോ ക്രാഫ്റ്റ് ഷോപ്പ്, ക്രാഫ്റ്റ് വർക്ക് ഷോപ്പേ. അവിടെ നമ്മളുടെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം വിറ്റുകൊണ്ടിരിക്കും അവിടെ. ഇനി അടുത്തത് സ്റ്റേജിലൊരു പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വിശക്കാൻ വേണ്ടി തുടങ്ങി. 12 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് ഷേക്ക് വാങ്ങി, പിള്ളേർക്ക് ഐസ്ക്രീമും വാങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേജ് അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. Is it good?
ഓക്കെ. സർക്കസ് ആട്ടോ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ. സർക്കസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് ഫെയറി ഗാർഡനിലേക്ക് കയറുവാണ്. അപ്പോൾ ഓരോ ടൈം ഉണ്ട്, അതിനനുസരിച്ചാണ് ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം 1 മണിക്ക് സർക്കസ് ആയിരുന്നു, അരമണിക്കൂർ ഉണ്ടായിരുന്നു സർക്കസ്. അതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ ഫെയറി ഗാർഡൻ. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. അപ്പോൾ 1:30ക്കാണ് ഫെയറീസ് അവിടെ വരുന്നത് കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഇതുണ്ടോ ഫെയറീസിന്റെ ഒരു പിക്ചേഴ്സൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. മരമൊക്കെ മുറിച്ച് വെച്ചിട്ട് അത് നല്ല രസമാക്കിയിട്ടുണ്ട് അവര്. Now, she's been out to the trees and I talk to all the birds, so I know how to talk to birds. Unicorn. So, me to save them, and I believe with all my might for the magic rainbow world. Can you show me? Baby go. Wow. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സുവനീർ ഷോപ്പിൽ കയറിയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ട്രെയിൻ റൈഡിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ അല്ല, ഒരു ട്രക്കാണ്. ട്രക്കിന്റെ ബാക്കിൽ വെച്ച് വലിച്ചുകൊണ്ട് പോവാണ്. ട്രക്കല്ല, ട്രാക്ടർ. എനിക്ക് ട്രെയിനിൻ്റെ അത് കയറിയാ. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഈ നല്ല രസമാണ് കേട്ടോ. ഈ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ വീഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത് കണ്ടോ പച്ചമുളകാണേ. ഇത് കണ്ടില്ലേ, നിറച്ച് പച്ചമുളക് ഉണ്ടായിരിക്കുക. എൻ്റെ അമ്മ, ലക്ഷക്കണക്കിന് പച്ചമുളക്. അങ്ങനെ നമ്മള് മെയ്സിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോണേ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് വഴി തെറ്റാനായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് എന്താ പറയുക, നമുക്ക് പൊക്കമുള്ള ആൾക്കാർക്ക് നോക്കി തന്നെ അറിയാൻ വേണ്ടി പറ്റും ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വഴിയുണ്ടോ എന്നുള്ളത്. നമുക്ക് മേളിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ അറിയാലോ. ഫുള്ള് വഴി കണ്ടുപിടിച്ചിട്ട് കിടന്നാൽ. പക്ഷേ പിള്ളേർക്ക് പക്ഷെ അതുപോലെയല്ല. ഇത്ര ഹൈറ്റ് ഇല്ലാത്ത പിള്ളേർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വഴി തെറ്റിപ്പോകും കേട്ടോ, ചെറുതായിട്ട്. കണ്ടോ, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ വഴി അവിടെ വരെ എത്തിക്കുമ്പോൾ തീരും. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ അതിലെ കൂടി വന്നപ്പോഴത്തേക്കും ഈ വഴി വന്നായിരുന്നെങ്കിൽ കണ്ടോ, ഈ ഇവിടെ എത്തുമ്പോൾ തന്നെ തീരും. ലൂക്കാച്ചൻ വഴി തെറ്റിപ്പോയാ? വഴി തെറ്റിപ്പോയില്ലല്ലോ. ഓക്കെ, എന്നാൽ ഇതിലേക്കൂടി കയറിയോ? മേ ബി ദിസ് വേ. ബൗ എടി, വേഗ പേടിച്ച അല്ല, വഴി തെറ്റിപ്പോയി നിനക്ക്? ഓക്കെ, നമുക്കത് വഴി കണ്ടുപിടിക്കാം. നമുക്ക് പൊക്കമുള്ളതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഏതൊക്കെ വഴി എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് എത്തി കേട്ടോ. പക്ഷേ ലൂക്കാച്ചനും ബേബി അതിനകത്ത് പെട്ടി കിടക്കുവാണ്. ബേബി ആണ് മൊത്തത്തിൽ വഴി തെറ്റി കിടക്കുവാണ്. ആ, ലൂക്കാച്ചനും വന്ന്. ബേബിക്കോടൊപ്പം വഴി തെറ്റിപ്പോയാ ബേബിന്? അച്ഛോ, ബേബിക്ക് മേസിന്ന് പുറത്തേക്ക് എത്തിയാ. സൂപ്പർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മള് കബ്ലൂം ഫെസ്റ്റിവലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കാലത്തെ 10 മണിക്ക് ഇവിടെ എത്തുക. എന്നിട്ട് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക. ഒരു 5 മണിക്കൂറോളൊക്കെ നമുക്ക് റിലാക്സ് ചെയ്ത്, 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാട്ടോ ശരിക്കും ഇവിടെ. സർക്കസ്, അതുപോലെ തന്നെ ചെണ്ടകൊട്ട്, അതിൻ്റെ മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ഫെയറീസിൻ്റെ ഷോ, ബബിൾസ് ഷോ,
പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ പിന്നെ ട്രെയിൻ റൈഡ് അതൊക്കെ എല്ലാം കൂടി വരുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ സമയമാകും കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 10 മണിക്ക് തന്നെ 10 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തുക. ഫുഡ് ട്രക്ക് എല്ലാം ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം, അങ്ങനെയൊക്കെ എല്ലാം. പിള്ളേർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. One fairy gave me this stone that will keep you happy. യാ സൂപ്പർ. അപ്പോൾ ഫെയറി കൊടുത്തതാട്ടോ പിള്ളേർക്ക് ഇത് കണ്ടില്ലേ, രണ്ടുപേർക്കും എല്ലാവർക്കും ഓരോ പിള്ളേർക്ക് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അപ്പോൾ ഫെയറിയുടെ ഒപ്പം ഫെയറി ടെയിൽ. അപ്പോൾ ഫെയറിയുടെ അടുത്തുനിന്ന് കഥ കേട്ട് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേർക്കാണ് ഇത് കിട്ടുന്നത് കേട്ടോ. യെസ്, ഇറ്റ്സ് റിയൽ മാജിക് സ്റ്റോൺ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് KFC എല്ലാം കഴിച്ചു. നമ്മൾ ഇനി വീട്ടിലേക്ക് വണ്ടി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വീട്ടിലേക്ക്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. രാത്രിയായി, നമ്മളിപ്പോൾ സമയം 8 മണി ആവാനായിട്ടോ. അപ്പോൾ ഏകദേശം 2.5 മണിക്കൂറുണ്ടായിരുന്ന യാത്ര. അപ്പോൾ നിങ്ങളെ നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇരട്ടിപ്പോയി. അപ്പോൾ എന്തായാലും കൺക്ലൂഷൻ ഡയലോഗ് വിത്ത് നമ്മുടെ വീടിന്റെ ഏരിയ, അങ്ങനെ ഒരു വീഡിയോ ആഡ് ചെയ്യുവാണേ.